വിഴിഞ്ഞം നെട്ടത്താണി ബൈപ്പാസിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കാർ യാത്രികനായ മരിയനാട് സ്വദേശി അജിത്താണ് മരിച്ചത്. തൃശൂർ അന്തിക്കാട് റോഡ് നവീകരണം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിലേക്ക് ധർണ നടത്തി. വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുടെയും നേതൃത്വത്തിലായിരുന്നു സമരം. തൃശൂർ മണലൂർ പഞ്ചായത്തിൽ 2 പെരുമ്പാമ്പുകളെ പിടികൂടി. മീൻവലയിൽ കുരുങ്ങിയ നിലയിലും മറ്റൊന്ന് സമീപത്തു തന്നെ ഇരവിഴുങ്ങി കിടക്കുകയുമായിരുന്നു. പാമ്പുകളെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. അമ്മയെ കഴുത്തുഞെരിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മകൻ അറസ്റ്റിലായത് കണ്ണൂർ ഭൂതാനം സ്വദേശി സതീശൻ. കൊലപാതക ശ്രമത്തിനുള്ള കാരണം ക്യാൻസർ രോഗിയായ അമ്മയെ പരിചരിക്കുവാനുള്ള പ്രയാസമെന്നു മൊഴി. തിരുവനന്തപുരം കളീക്കാവിള കൊലപാതകത്തിൽ വാഹനം കസ്റ്റഡിയിലെടുത്തു പോലീസ്. പാറശാലയിലെ സർവീസ് സെന്ററിൽ നിന്നുമാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. ദീപു വധക്കേസിൽ സർവീസ് സെന്റർ ഉടമയെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കണ്ണൂർ രാമപുരത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ലീക്കായതിനു സമീപത്തെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ശാരീരിക അസ്വാസ്ഥ്യം. ശ്വാസതടസ്സം അനുഭവപ്പെട്ടത് കോളേജിലെ 10 വിദ്യാർത്ഥികൾക്ക്. വിദ്യാർത്ഥികളെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ മണ്ണമ്പേട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ഒമിനി വൻ കത്തി നശിച്ചു. വരാക്കര സ്വദേശി അന്തിക്കാടൻ ലിൻസന്റെ വാഹനത്തിനാണ് തീപിടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മഹാരാഷ്ട്രയിൽ വാഹനാപകടത്തിൽ 6 മരണം. അപകടം നാഗ്പൂർ എക്സ്പ്രസ് വേയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ബീഹാറിൽ പാലം തകർച്ച തുടരുന്നു. ഏറ്റവും ഒടുവിലായി തകർന്നത് മധുബനി ജില്ലയിൽ നിർമ്മാണത്തിലിരുന്ന പാലം. മധുബനിയിലേത് ബീഹാറിൽ 9 ദിവസത്തിനിടെ തകരുന്ന 5ാമത്തെ പാലം. എറണാകുളം എളമക്കരയിലെ RSS പ്രാന്ത കാര്യാലയം സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. RSSന്റെ മുതിർന്ന പ്രചാരകരുമായി കൂടിക്കാഴ്ച നടത്തി. കൊല്ലം കാരാളിമുക്കിൽ വൻ മോഷണം നടന്നത് ടെക്സ്റ്റൈൽസ്, ബേക്കറി എന്നിങ്ങനെ 4ഓളം കടകളിൽ. പണവും നിരവധി സാധനങ്ങളും മോഷണം പോയി. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് ശാസ്താംകോട്ട പോലീസ്. കണ്ണൂർ തലശ്ശേരി കൊടുവള്ളിപ്പുഴയിൽ ചാടിയയാളുടെ മൃതദേഹം കണ്ടെത്തിയത് തലായി കടപ്പുറത്തുനിന്ന്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞില്ല. മൃതദേഹം തലശ്ശേരി താലൂക്ക് ആശുപത്രി മോർച്ചറി. തൃശൂരിൽ വൻ സ്പിരിറ്റ് വേട്ട. പിടികൂടിയത് പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ്. സംഭവത്തിൽ പറവൂർ സ്വദേശികളായ 4 പേർ പിടിയിൽ. ജ്ഞാനായ സമുദായ ഭരണഘടനാ ഭേദഗതി നടപ്പാക്കുവാനുള്ള നീക്കം തടഞ്ഞു കോടതി മരവിപ്പിച്ചത് സഭയിൽ പാത്രിയാർക്കീസിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുവാനുള്ള നീക്കം. സ്റ്റേ കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ അന്തിമ തീർപ്പാകും വരെ. തൃശൂർ അന്തിക്കാട് കല്ലിട വഴിയിൽ അപകട കാരണമായി റോഡരികുകളിൽ വളരുന്ന പൊന്തക്കാടുകൾ. കാഴ്ച മറയ്ക്കുന്നതോടൊപ്പം റോഡിന് സമീപം രൂപപ്പെട്ട വെള്ളക്കെട്ടും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നതായി പരാതി. റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി കുഴികൾ അടച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തം. നടി മീരാനന്ദൻ വിവാഹിതയായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ താലി ചാർത്തിയത് ലണ്ടനിൽ അക്കൗണ്ടന്റായ ശ്രീജു. വിവാഹ ചിത്രങ്ങൾ മീര സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു.